ഞങ്ങൾ വീണ്ടും ചോദിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചുരുക്കപ്പേര് ECI എന്നാണ്. എന്താ എക്സ്പാൻഷൻ? ഇപ്പോൾ പറയാൻ തോന്നിപ്പോവുകയാണ് വീണ്ടും. എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഓഫ് ഇഡിയോക്രസി. ഇ എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ്, സി എന്നാൽ കമ്മിറ്റി, ഐ എന്നാൽ ഇഡിയോക്രസി. അങ്ങനെ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇലക്ഷൻ കമ്മീഷൻ. ഇതിനെപ്പറ്റി ആർക്കെല്ലാം എന്തെല്ലാം പറയാനുണ്ടെങ്കിലും ശരി, ജനങ്ങൾക്ക് ഇവരെ പറ്റി മതിപ്പില്ല, വിശ്വാസമില്ല. ഇത്തരക്കാർ നിയന്ത്രിക്കുമ്പോൾ ഇലക്ഷൻ എത്രമാത്രം ഫ്രീ ആൻഡ് ഫെയർ ആകുമെന്ന് ഏത് വോട്ടർക്കും ചോദിക്കാം. ആ വോട്ടറാണ് പരമാധികാരി, ഉദ്യോഗസ്ഥന്മാരാരുമല്ല. പരമാധികാരം വോട്ടറാണ്. ആ വോട്ടർ ചോദിക്കുന്നു, ഞങ്ങളുടെ വോട്ടിനെ ന്യായമായും നീതിപൂർവകമായും നടത്തേണ്ട, എണ്ണേണ്ട, ഫലം പ്രഖ്യാപിക്കേണ്ട ഈ കമ്മീഷൻ വാസ്തവത്തിൽ അങ്ങനെയാണോ? അവർക്ക് നീതിബോധമുണ്ടോ? ന്യായദീക്ഷയുണ്ടോ? ഈ ചോദ്യമെല്ലാമാണ് ആദ്യമായിട്ട് ഉന്നയിക്കാനുള്ളത്. ഇത് സാക്ഷ്യപത്രമാണ്. താമര അടയാളമുള്ള പാർട്ടിക്ക് വേണ്ടി എവിടെ വരെയും പോകാൻ മടിക്കാത്ത ഒരു കൂട്ടം പാവകളാണ്, BJPയുടെ പാവകളാണ് ഇലക്ഷൻ പ്രക്രിയയുടെ കടിഞ്ഞാൺ പിടിച്ചുകൊണ്ട് വലിയ വലിയ സ്ഥാനങ്ങളിൽ ഇപ്പോൾ ഇരിക്കുന്നത്. അതിൻ്റെ പേരിൽ ഉണ്ടാകാനിടയുള്ള എല്ലാ ക്രമക്കേടിനെ പറ്റിയും പൗരന്റെ വോട്ടറുടെ അവകാശവും വോട്ടറുടെ ചോദ്യങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉന്നയിക്കുന്നു. ഈ കമ്മീഷനാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിനെ പറ്റിയും അഭിപ്രായം പറയേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് അതിനെ മാനിക്കുന്നുണ്ടോ? അതിന് ഗൗരവപൂർവ്വം കാണുന്നുണ്ടോ? ആ നിബന്ധനകളെ ഉൾക്കൊള്ളുന്നുണ്ടോ, പാലിക്കുന്നുണ്ടോ? RP ആക്ട് പ്രകാരം സെക്ഷൻ 33A പ്രകാരം എല്ലാ സ്ഥാനാർത്ഥികളും അവരുടെ നോമിനേഷൻ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ 33A പ്രകാരം സ്ഥാനാർത്ഥിയുടെ സ്വത്ത് വിവരം കൃത്യമായി പ്രഖ്യാപിച്ചിരിക്കണം. അത് വോട്ടറുടെ അറിയാൻ ഉള്ള അവകാശത്തിൻ്റെ ഭാഗമായി ഉറപ്പാക്കിയ കാര്യമാണ്. കേരളത്തിലെ മത്സര രംഗത്തുള്ള രണ്ട് പ്രധാനപ്പെട്ട ശക്തികൾ, രണ്ട് വലതുപക്ഷ പാർട്ടികൾ, എല്ലാ തരത്തിലും ഡീൽ ഉറപ്പിച്ചവർ, അവർ ആ കാര്യത്തിലും കൃത്രിമം കാണിച്ചിരിക്കുന്നു. ഒന്ന്, BJP അധ്യക്ഷൻ ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖറാണ്. അദ്ദേഹത്തിന്റെ സ്വത്ത് വിവരം ഫോം 26 എഴുതിയപ്പോൾ സത്യങ്ങൾ മൂടി വയ്ക്കപ്പെട്ടിരിക്കുന്നു, വസ്തുതകളെ ഒളിച്ചു വച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ 200 കോടി രൂപ മൂല്യമുള്ള സ്വത്തുക്കളെപ്പറ്റി അതിനകത്ത് മൗനം പാലിച്ചിരിക്കുന്നു. അതിൻ്റെ വിശദാംശമൊന്നും ഇപ്പോൾ ഞാൻ പറയുന്നില്ല. ഒരു ഭാഗത്ത് അദ്ദേഹമാണ് BJP പ്രസിഡന്റ്, അവരാണ് ഡീലിന്റെ ഒരു ഭാഗത്തുള്ളത്. മറുഭാഗത്തുള്ളതാരാ? എല്ലാ രാഷ്ട്രീയ ഡീലിന്റെയും കാര്യം വരുമ്പോഴെല്ലാം BJPയുമായി ചെങ്ങാത്ത കൂടൽ ഒരു കലയാക്കി മാറ്റിയ കോൺഗ്രസ് നേതാവായിട്ടുള്ള സാക്ഷാൽ ശ്രീ BD സതീശനാണ്. സതീശന്റെ നോമിനേഷനിലുമുണ്ട് ഒരുപാട് പാളിച്ചകൾ. ഇതേ ആക്ട് പ്രകാരം, വകുപ്പ് പ്രകാരം സബ്മിറ്റ് ചെയ്ത അദ്ദേഹത്തിന്റെ പത്രികയിൽ ശ്രീ BD സതീശനും സ്വത്തുക്കൾ മൂടിവെച്ചു.
അദ്ദേഹത്തിൻ്റെയും ഭാര്യയുടെയും കൂടെ സ്വർണത്തെ പറ്റിയുള്ള കണക്കെടുത്താൽ സതീശൻ പറഞ്ഞ പ്രകാരമാണെങ്കിൽ 35 ഗ്രാം സ്വർണ്ണമുണ്ട് അദ്ദേഹത്തിന്റെ പക്കൽ. ഭാര്യയുടെ പക്കൽ 1228 ഗ്രാം സ്വർണ്ണമുണ്ട്. ആകെ നോക്കിയാൽ 1263 ഗ്രാം സ്വർണ്ണമുണ്ട്. ആ സ്വർണത്തിന്റെ ഇന്നലത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്വർണ്ണവിലയുടെ കണക്ക് പ്രകാരം നോക്കിയാൽ എത്ര സംഖ്യയാകുമോ ആ സംഖ്യ ഇത് കാണിച്ചിട്ടുണ്ടോ? അദ്ദേഹം കൊടുത്ത നോമിനേഷനിൽ ആ സംഖ്യ ഉണ്ടോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ്? ഇത് സപ്രഷൻ ഓഫ് ഫാക്റ്റാണ്. വസ്തുതകളെ മൂടിവെക്കുകയാണ്. മുമ്പേ ഗമിക്കുന്ന BJP സ്വത്തുക്കൾ മൂടിവെച്ചപ്പോൾ പിമ്പേ ഗമിക്കുന്ന കോൺഗ്രസും അതുപോലെ തന്നെ സ്വത്തുക്കൾ മൂടിവെക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് ഇതിന്റെ കഥ. ഇതൊന്നും യാദൃച്ഛികമല്ല. ഇതിനെയും ഗൗരവമായി കാണുമെന്ന് നിങ്ങൾ പറയുകയാണ്. ശരിയാണ്, സാങ്കേതിക ന്യായം പറഞ്ഞുകൊണ്ട് ഭരണാധികാരി ആ പത്രിക ഇന്നലെ സ്വീകരിച്ചു. പക്ഷേ ഈ അധ്യായം ഇവിടെ തീരുന്നില്ല. തുടരും ഈ അധ്യായം. അത് അപ്പം കാണാം നമുക്ക്. ഇതുപോലെ രാഷ്ട്രീയ നെറികേടിന്റെ എല്ലാ കാര്യങ്ങളിലും കൈകോർത്ത് പിടിക്കാൻ ശീലിച്ച BJPയും കോൺഗ്രസും രാഷ്ട്രീയത്തിലും അതാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർ മുൻകൂട്ടി പറയുന്നത് LDFന് ഡീലുണ്ടെന്ന്. ആരുമായിട്ട്? BJPയുമായിട്ട്. ഇത്രയും കനത്ത തമാശകൾ പറയാൻ അവർക്കേ പറ്റും. കാക്ക പരന്ന് പറന്നാൽ, സൂര്യൻ പടിഞ്ഞാറുദിച്ചാൽ മാത്രമേ LDFനോ CPMനോ CPIക്കോ BJPയുമായി എന്തെങ്കിലും ബന്ധമുണ്ടാകും. അതുകൊണ്ട് ഈ പച്ചക്കള്ളം യാദൃച്ഛികമല്ല. ഈ പച്ചക്കള്ളം കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസിന്റെ ഡീൽ മൂടിവെക്കാൻ വേണ്ടി മാത്രമാണ്. എല്ലാവർക്കും അറിയാവുന്ന കഥാപാത്രമുണ്ട് നമ്മുടെ എല്ലാം നാടൻ ചൊല്ലുകളിൽ. ഉത്സവപ്പറമ്പുകളിൽ ചില സമർത്ഥന്മാരായ കള്ളന്മാർ വന്നിട്ട് കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും മാല പറിച്ചുകൊണ്ട് ഓടും. മാല പറിച്ചോടുന്ന കള്ളൻ പറയും, ദേ കള്ളൻ, ദേ കള്ളൻ. എല്ലാവരും പുറകോട്ട് നോക്കും. ഈ കള്ളൻ രക്ഷപ്പെടും. രാഷ്ട്രീയത്തിൽ ആ കള്ളൻ വന്നിരിക്കുകയാണ്. കോൺഗ്രസ് എന്ന പേരിൽ ഖദർക്കുപ്പായവുമായി, രാഷ്ട്രീയ കാപട്യങ്ങളുമായി ചരിത്രമറിയുന്ന ഒറ്റ കേരളീയനും ഈ രാഷ്ട്രീയ കള്ളക്കഥ വിശ്വസിക്കാൻ പോകുന്നില്ല. ഈ ഡീൽ ആരോപണം ഉന്നയിക്കുന്നതോറും കോൺഗ്രസിന്റെയും BJPയുടെയും ബന്ധത്തിന്റെ ചരിത്രം മുഴുവനും പുറത്തേക്ക് വരും. ആ ചരിത്രം മറക്കാൻ പറ്റിയ ഒന്നല്ല. 1991 ഇലക്ഷൻ സമയത്താണ് കേരള രാഷ്ട്രീയം വടകര ബേപ്പൂർ മോഡൽ കണ്ടത്. അതെന്താ എല്ലാവർക്കും അറിയാതെ. അന്ന് വടകര പാർലമെന്റ് മണ്ഡലത്തിലും ബേപ്പൂർ അസംബ്ലി മണ്ഡലത്തിലും BJPക്കും കോൺഗ്രസിനും പൊതു സ്ഥാനാർത്ഥിയായിരുന്നു. എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ പാർട്ടിക്കും ഗാന്ധിജിയെ കൊന്ന ഗോഡ്സെയുടെ പാർട്ടിക്കും ഒരേ സ്ഥാനാർത്ഥി. അത് വടകരയിൽ കോൺഗ്രസ് നേതാവായ അഡ്വക്കേറ്റ് രത്നസിംഗ് ആയിരുന്നു. ബേപ്പൂരിൽ ആ പൊതു സ്ഥാനാർത്ഥി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളായിരുന്ന RSSന്റെ എന്തൊക്കെ സ്വയംസേവകരായിരുന്ന ഡോക്ടർ K മാധവൻകുട്ടിയായിരുന്നു. ആ ബന്ധം തുടരുകയാണ് ഇപ്പോൾ. അതൊന്നും ആരും മറന്നുപോയിട്ടില്ല. ഇതെല്ലാം മൂടിവെക്കാൻ വേണ്ടിയാണ് ഈ കള്ളക്കഥ നിരന്തരം പറയുന്നത്. നുണ 101 ആവർത്തിച്ച് ശക്തമാകാൻ പോകുന്നില്ല. അതുകൊണ്ട് ഗീബൽസിന്റെ പാത പിൻപറ്റിക്കൊണ്ട് നുണകൾ നിരന്തരം പറയുന്ന ഈ ഏർപ്പാട്, അതിനെയും ജനങ്ങൾ ഉച്ചത്തോടെ തള്ളിക്കളയുമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുറപ്പെട്ടു.
സംശയമുള്ളവർക്ക് വേണ്ടി ഞാൻ വീണ്ടും ഒരു പുസ്തകം ശുപാർശ ചെയ്യുന്നു. ആ പുസ്തകം BJPയുടെ മുൻ പ്രസിഡന്റ് ശ്രീ KG മാരാരുടെ ആത്മകഥയാണ്. ആ ആത്മകഥയിൽ ശ്രീ KG മാരാർ പറഞ്ഞു, 40 മണ്ഡലങ്ങളിൽ കോൺഗ്രസും BJPയും കൂടെ ചേർന്ന് തങ്ങളുടെ വോട്ടുകൾ സൗകര്യം പോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ കൈമാറ്റം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ദാറ്റ് വാസ് എ ഡീൽ. അതൊരു ഡീലാണ്. ആ ഡീൽ ഞങ്ങൾ പാലിച്ചുവെന്നും കോൺഗ്രസ് പാലിച്ചില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷെ ഡീൽ ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ ഡീൽ ഉണ്ടായിരുന്നു. ആ ഡീൽ വടകര ബേപ്പൂർ മുതൽ ആത്മകഥാകാലം മുതൽ ഒരു ഭംഗവും കൂടാതെ തുടരുന്ന കാഴ്ച ഇപ്പോൾ കേരളം കാണുന്നുണ്ട്. അത്ഭുതമില്ല ഞങ്ങൾക്ക്. കോൺഗ്രസിനും BJPക്കും ഒരു പൊതുശത്രുവുണ്ട്. ആ പൊതുശത്രു ഇടതുപക്ഷമാണ്. ഇടതുപക്ഷത്തെ ആശയപരമായി രാഷ്ട്രീയമായി വെറുക്കുന്ന BJPയും കോൺഗ്രസും, ഭയപ്പെടുന്ന BJPയും കോൺഗ്രസും കൈകളോർത്ത് പിടിച്ചുകൊണ്ട് നടത്തുന്ന ഈ രാഷ്ട്രീയ വഞ്ചനയെ, ജലവഞ്ചനയെ, ഗാന്ധി വഞ്ചനയെ, നെഹ്റു നിന്ദയെ എല്ലാം മൂടിവെക്കാൻ വേണ്ടിയാണ് അവർ പറയുന്ന ഡീലാരോപണം. അതിനെയും ജനങ്ങൾ തള്ളിക്കളയും. ഈ ആരോപണങ്ങളുടെ കഥകൾ നിരന്തരം പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ ജയിക്കാൻ പറ്റുമെന്ന് ഒരുപക്ഷെ കോൺഗ്രസിന് പറഞ്ഞു കൊടുത്തത് കനകോലുമായിരിക്കും. കോൺഗ്രസ് പാർട്ടിക്ക് ഇന്ന് ആചാര്യസ്ഥലത്തുള്ളത് കനകോലുമാണ്. നിങ്ങൾക്ക് ഓർമ്മ കാണും, ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഇലക്ഷന്റെ ആരംഭം കുറിച്ചുകൊണ്ട് സുൽത്താൻ ബത്തേരിയിൽ വെച്ച് KPCC ഒരു ക്യാമ്പ് നടത്തിയിരുന്നു. ആ ക്യാമ്പിൽ മുഖ്യതാരം കനകോലുമായിരുന്നു. ആരോ പറഞ്ഞു, സോണിയാഗാന്ധിയേക്കാൾ, രാഹുൽ ഗാന്ധിയേക്കാൾ, പ്രിയങ്ക ഗാന്ധിയേക്കാൾ പ്രധാനപ്പെട്ട സ്ഥാനം കൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇവരെല്ലാവരും ചേർന്ന് കനകോലുവിനെ അവിടെയെല്ലാം ആഘോഷിച്ചു എന്ന് പറഞ്ഞു കണ്ടു. ആ കനകോലുവാണ് കോൺഗ്രസിന്റെ തന്ത്രം മെനയുന്നത്. ആ തന്ത്രപ്രകാരമായിരിക്കാം ഈ കഥകൾ, ഡീൽ കഥകളടക്കമുള്ള കള്ളക്കഥകൾ നിരന്തരം പറയാൻ കോൺഗ്രസ് നേതാക്കന്മാർ മത്സരിക്കുന്നത്. ഒരാൾക്ക് അബദ്ധം ഒരിക്കൽ പറ്റാം. ആ അബദ്ധം പറ്റിക്കഴിഞ്ഞു ശ്രീ സതീശന്. കനകോലുവിന്റെ കൂടി ആശയപ്രകാരം നടത്തിയിട്ടുള്ള യാത്രയാണ് പുതുയുഗ യാത്ര. ആ യാത്രയിലാണ് കോൺഗ്രസ് പാർട്ടിയിലെ ഐക്യം ദൃഢമായത്. അതാണ് കുറ്റാടികൾ പൊട്ടിത്തെറിച്ചത്. അതാണ് സ്നേഹത്തള്ളായി മാറിയത്. അതാണ് സ്നേഹത്തല്ല് എന്നും പലരും വിളിക്കുന്നത്. തള്ളും തല്ലും. ഇത്തരം ഘട്ടങ്ങളിലാണ് മനുഷ്യർ മംഗ്ലീഷിന്റെ പ്രാധാന്യം അറിയുന്നത്. മംഗ്ലീഷ് എന്ന് പറയുന്നത് വാക്കുകൾ, മലയാളം വാക്കുകൾ ഇംഗ്ലീഷിലെ ആൽഫബറ്റ്സ് പ്രകാരം നമുക്ക് സ്പെല്ല് ചെയ്യാം. മംഗ്ലീഷ് പ്രകാരം തള്ളെന്ന വാക്കിന്റെ സ്പെല്ലിംഗ് എന്താ? അത് THALLU ആണ്. തള്ള് മംഗ്ലീഷ്. മംഗ്ലീഷ് പ്രകാരമാണെങ്കിൽ തല്ല് എന്ന വാക്കിന്റെ സ്പെല്ലിംഗ് എന്താ? അതും THALLU എന്ന. തള്ളുവാകാം, തല്ലുവാകാം. ഇതൊരു ബുദ്ധിയുള്ളവരാണ്. അതായത് സ്നേഹത്തള്ള് എന്ന് പേര് വിളിച്ചപ്പോൾ സംഭവിച്ച കാഴ്ച എല്ലാവരും കണ്ടതാണ്. തള്ള് തല്ല് ആയി മാറിയതും കഴുത്തിൽ പിടിച്ചതും ഒരാൾ താഴെ വീണതും എല്ലാം എല്ലാവരും കണ്ടതാണ്. ആ തള്ളായും തല്ലായും ഒരുപോലെ വ്യാഖ്യാനിക്കാവുന്ന ഈ വഴി സ്വീകരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയെ കൊണ്ട് കനകോലു എല്ലായിടത്ത് പ്രസംഗിപ്പിച്ചു. ഞങ്ങൾ ജാഥ താമസിക്കുമ്പോൾ സമാപന വേദിയായ പുത്തരിക്കണ്ട മൈതാനത്ത് വെച്ച് എല്ലാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. കട്ടിക്കൊട്ടാൻ വേണ്ടിയായിരിക്കും അദ്ദേഹം പറഞ്ഞു ടീം UDF. കട്ടിയുള്ള വാക്കാണത്. ടീം UDF സജ്ജമാണ്, ഒരുക്കിക്കഴിഞ്ഞിരിക്കുന്നു, എല്ലാം പൂർത്തിയായിരിക്കുന്നു.
ജാഥ എത്തേണ്ട താമസം ആ മുതുകിൽ വെച്ച് ഞങ്ങൾ എല്ലാവരെയും പ്രഖ്യാപിക്കും. നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ. പ്രഖ്യാപിക്കാൻ അന്നും പറ്റിയില്ല, പിന്നെയും പറ്റിയില്ല. പത്രികാ സമർപ്പണത്തിന്റെ അന്ത്യനാൾ വരെയും കോൺഗ്രസ് പാർട്ടിക്ക് UDF സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനായില്ല. പിന്നെ എങ്ങനെയോ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അത് വേണമല്ലോ. ഇത് ഒന്നാമത്തെ അബദ്ധമാണ്. ബുദ്ധിയുള്ളവർക്ക് അബദ്ധം ഒരിക്കൽ പറ്റിയാൽ പിന്നെ ആവർത്തിക്കില്ല. പക്ഷെ അതിബുദ്ധിമാനായ അദ്ദേഹം പറയുകയാണ് വീണ്ടും രണ്ടാമത്തെ അബദ്ധം. അതെന്താ? 100-ൽ പരം സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയം മതിയാക്കും. അദ്ദേഹത്തിന്റെ വാക്കാണ്. അവിടെ തീർന്നില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ വനവാസത്തിന് പോകും. ഇതാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. ഇന്ന് ആവർത്തിക്കുന്നു, ലവലേശം ബുദ്ധിയില്ലാത്തവർക്ക് രണ്ടാം വട്ടവും ഈ അബദ്ധം പറയാൻ പറ്റും. കനകോലുവിനെ കാത്തുകൊണ്ടും കേട്ടുകൊണ്ടും ഇതുപോലെ അബദ്ധം പറയുന്ന ഒരവസ്ഥയിലേക്ക് കോൺഗ്രസ് പാർട്ടി താഴ്ന്നു പോകാൻ പാടില്ലായിരുന്നു. പക്ഷെ താഴ്ന്നു പോയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ സ്നേഹപൂർവ്വം പറയുകയാണ്, പ്രതിപക്ഷ നേതാവ് അടിയന്തരമായും കൂടും കുടുക്കയും തയ്യാറാക്കി വെക്കണം. ഭാണ്ഡം കെട്ടിവെക്കണം. ഫലം പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞ വാക്ക് പാലിക്കുമെങ്കിൽ പോകേണ്ടി വരും വനവാസത്തിന്. കേരളത്തിൽ ഇപ്പോൾ വീശുന്ന കാറ്റ് പ്രകാരമാണെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് ആ പറഞ്ഞ സീറ്റിന്റെ അടുത്തുപോലും എത്താൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ വീശുന്ന കാറ്റ് LDF അനുകൂലമായ കാറ്റാണ്. ഈ കാറ്റ് നാട്ടിൽ ശക്തിപ്പെടുത്തുന്നു. ഈ കാറ്റ് ഉറപ്പായും LDFന്റെ മൂന്നാം ഊഴം ഉറപ്പാക്കും. അതാണ് കേരളത്തിലെ എല്ലാ ഭാഗത്തും ഒരു വട്ടം പോയിട്ട് മടങ്ങി വന്ന ആൾ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. ഇതാണ് യഥാർത്ഥത്തിലുള്ള റിയൽ കേരള സ്റ്റോറി. ഈ സ്റ്റോറിയെ മാറ്റി എഴുതാൻ വേണ്ടിയാണ് പണ്ടുകാലം മുതലേ ബന്ധുക്കളായിട്ടുള്ള BJPയും കോൺഗ്രസും കൂടെ ചേർന്നുകൊണ്ട് ഈ പറയുന്ന LDF വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ എല്ലാ അംഗങ്ങളും പയറ്റാൻ ശ്രമിക്കുന്നത്. ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ആ തീരുമാനം പൂർണ്ണമായിട്ടും പാലിക്കപ്പെടും. അതിനർത്ഥം LDFന്റെ മൂന്നാം ഊഴം വരുമെന്നാണ്. എന്നാണ് എനിക്ക് പറയാനുള്ളത്. വഞ്ചകന്മാർ എല്ലാ പാർട്ടിയിലും കാണില്ലേ? അല്ലേ? വഞ്ചകന്മാർ എല്ലാ പാർട്ടിയിലും കാണും, എല്ലാ രംഗത്തും കാണും. എന്തോ എവിടെ ഈ രണ്ടുപേരെയും പോലെയാണോ കോൺഗ്രസിലെ ബന്ധങ്ങളെല്ലാം? ആര് പോയാലും നിൽക്കുന്ന ഭാഗത്തു നിന്ന് എന്തിനു വേണ്ടിയാണെങ്കിലും സ്ഥാനമാനങ്ങളോ പണത്തിനോ പദവിക്കോ എന്തിനു വേണ്ടിയാണെങ്കിലും മറുഭാഗത്തേക്ക് പോയവർ ആരായാലും അവരുടെ പേര് വഞ്ചകന്മാരെന്നാണ്. തീർച്ചയായിട്ടും ഏതമ്മല്ലേ CPI തമ്മല്ലേ പോയിട്ടില്ല. CPIക്കാരനായിരുന്ന ഒരാൾ, CPIയെ വഞ്ചിച്ച ഒരാൾ എന്ന് പറയണം. അപ്പൊ ശരിയാണ്. CPIക്കാരനായിരുന്ന ഒരാൾ വഞ്ചിച്ച ഒരാൾ CPI വിട്ടുപോയിട്ട് BJPയിലേക്ക് ചേർക്കുന്നത്. ആ ആൾ ഒരാൾ മൂന്നാന്ന് പറയല്ലേ? മൂന്നാൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല. സാധാരണ ഒന്നിക്കാത്ത 3 പേർ ഒന്നിക്കുന്നു ഇപ്പോൾ. അത് ഒന്നിക്കുന്നു ഇപ്പോൾ. അതുകൊണ്ട് ഒരാൾ പറയാം. ഒരാൾ പറയൂ. അല്ല, ആ രാഷ്ട്രീയത്തെ, ആ വിദ്യാഭ്യാസത്തെ മറന്നുകൊണ്ടും വഞ്ചിച്ചുകൊണ്ടും ഈ മുകുന്ദൻ എന്ന് പാർട്ടി വിട്ട് വഞ്ചക ഭാഗത്തേക്ക് പോയോ അന്ന് മുകുന്ദൻ വഞ്ചകനായി. ആ മുകുന്ദൻ ആദ്യം പോയി മുട്ടിയത് എവിടെയാ? എടുത്തില്ല. അവര് നോന്ന് പറഞ്ഞു.
അപ്പോൾ ഒട്ടും വൈകാതെ ഈ പറയുന്ന നിങ്ങൾ പറയുന്ന കേക്ക് ചോദ്യം മാത്രം ഉത്തരവിൽ തരണം. ഈ മഹാനായ ആൾ ഒട്ടും വൈകാതെ നേരെ BJPയിലേക്ക് പോയി. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ടിട്ട് രാഖിരാമാനും കോൺഗ്രസിന്റെ വാക്യത്തെ വിട്ടാനും നേരെ മുടക്കുമ്പോൾ വീണ്ടും BJP അങ്ങനെ മടുക്കാത്ത ഒരാളെ പറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത് മതിപ്പില്ല. അത് വർഗവഞ്ചകനാണ്. അവർക്ക് നിങ്ങളെല്ലാവരും കൂടി എത്ര മുദ്ര കിട്ടാലും ശരി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലത്തെ പാർട്ടിക്ക് പേയ്മെന്റ് സീറ്റ് ചിന്തിക്കാൻ പോലും പറ്റില്ല. എന്ത് പറഞ്ഞു? സംഭാവന പഠിക്കാറുണ്ട് ഞങ്ങൾ. സംഭാവന പഠിച്ചിട്ടുണ്ട് ഞങ്ങൾ. ആ സംഭാവനയ്ക്ക് പകരം അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് പകരമായിട്ട് ഒന്നും പ്രതീക്ഷിക്കേണ്ടായെന്ന്. അങ്ങനെ പറയാനുള്ള കേൾപ്പുള്ള പാർട്ടി ഒറ്റ പാർട്ടിയുള്ളൂ, CPI ആണ്. അത് ഇല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫണ്ട് പിരിക്കാറുണ്ട് മാന്യമായി, സുതാര്യമായി. ആരും പാരമ്പര്യമില്ല. എന്ത് അവിടെ സഹം ഉണ്ടായിരുന്നു, തങ്ങളുണ്ടായിരുന്നു അവിടെ. അതറിയാമോ? എനിക്കറിയാം. സത്യമല്ല. എത്ര കൊല്ലം പഴയ കഥയാണത്? ആ കഥ ഉണ്ടായപ്പോൾ ക്ലിയറായി. ആ കഥ ഉണ്ടായപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താ ചെയ്തത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു സ്വതന്ത്രത്തെ തേടി ഇവിടെ മത്സരിക്കാൻ വേണ്ടി സ്വതന്ത്രത്തെ കണ്ടെത്തി. അയാൾ മത്സരിച്ചു. ആരും ആയിക്കോട്ടെ, സ്വതന്ത്രം മത്സരിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടിക്കകത്ത് വിമർശനമുണ്ടായി. പാർട്ടി അന്വേഷിച്ചു. എന്നിട്ട് നല്ല ഉണ്ടായി. ഏത് പാർട്ടി പോയി? CPIക്ക് തരവില്ലല്ലോ ഇപ്പം. അവരാരുമില്ല. അവരാരും CPIക്കകത്തില്ല. അതാണ് CPI. അവരാരും ഇന്ന് CPIക്കകത്തില്ല. അതാണ് CPI. അത് കൊടുക്കലും വാങ്ങലും അല്ല എന്തായാലും CPI. സ്വതന്ത്രനാണ്. അവിടെ ജീവിതമാർക്ക് എന്തുവാകാം. അന്യായമല്ല. എന്തോ എങ്ങനെ അതിപ്പോൾ ആ കാര്യം ഒന്നാം തലമായിട്ട് ആ പാർട്ടി കൈകാര്യം ചെയ്തു. അത്രേ ഉള്ളൂ. അവിടെ തള്ളിയോ തളിപ്പറമ്പിൽ പുറത്താക്കിയില്ലേ? അതെ, അതാണ് പാർട്ടി. ഒരു പാർട്ടി കേഡർ പാർട്ടിക്കകത്ത് പറയേണ്ട കാര്യം പറയാതെ പാർട്ടിക്ക് പുറത്ത് പറഞ്ഞ് ഒരു സീനുണ്ടാക്കി. അതേപ്പറ്റി ബന്ധപ്പെട്ട പാർട്ടി CPM എന്ന പാർട്ടി സെക്രട്ടറി തന്നെ പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞു. ആ ആൾ പാർട്ടിക്കകത്തില്ല. അതാണ് കമ്മ്യൂണിസ്റ്റ് അച്ചടക്കം. ആ മറുപടി ആ ചോദ്യകർത്താവിന്റെ മറുപടിയാണ് എന്റെ മറുപടി. എന്താ മറുപടി? ചോദ്യകർത്താവ് പറഞ്ഞത് എന്താ പറഞ്ഞത്? ചോദ്യകർത്താവിന്റെ മറുപടി എന്താ? മറുപടി എന്റെ മറുപടി ചോദിച്ചാളെന്താ പറഞ്ഞത്? ആ ചോദ്യം ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അതെന്റെ മറുപടി. എന്റെ മറുപടി അതാണ്. അവിടെ എന്റെ മറുപടി പറഞ്ഞു കഴിഞ്ഞു. എന്റെ മറുപടി അത് തന്നെയാണ്. അല്ലല്ല, ചോദ്യകർത്താവ് പറഞ്ഞു കഴിഞ്ഞു. ചോദ്യകർത്താവ് പറഞ്ഞു കഴിഞ്ഞു, മറുപടി പറഞ്ഞു കഴിഞ്ഞു. എല്ലാവരും കേട്ടു. ഉത്തരം ഞാനും കേട്ടു. എനിക്ക് ഉത്തരം സ്വീകാര്യമാണ്. അതേപ്പറ്റി ചോദ്യകർത്താവ് എന്ത് പറഞ്ഞു?
ചോദ്യകർത്താവിന് തൃപ്തികരമായ ഉത്തരം ഉണ്ടായി. അത് അതൊക്കെ ആണ് മറുപടിയിരിക്കുന്നത്. സങ്കല്പ ചോദ്യമാണ്. നമുക്ക് രാഷ്ട്രീയം പറയാം. രാഷ്ട്രീയം പറയാൻ ഒന്നുമില്ലെങ്കിൽ നമുക്ക് വേറെ വല്ലതും ഇതിനൊന്നും ഉത്തരവില്ല. ഇതിനൊന്നും ഉത്തരവില്ല. നിനക്ക് ഉത്തരവില്ല. ഫ്യൂഡൽ കാലത്തിന്റെ അവസ്ഥ ഞങ്ങളുടെ പാർട്ടി ഇടതുപക്ഷ പാർട്ടിയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. ആർക്കിടിച്ചു? മതിയാക്കതൊക്കെ വേറെ ചോദിക്കണ്ട. അതാവശ്യത്തിനായി വേറെ ആവശ്യത്തിനായി ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ചോദ്യകർത്താവിന് തൃപ്തികരമായ ഉത്തരം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും കുറച്ചു പേർക്ക് തൃപ്തിയായില്ലെങ്കിൽ ആ രാഷ്ട്രീയത്തെ അർത്ഥം എനിക്ക് മനസ്സിലാകും. അവിടുത്തെ മനസ്സിലാകും. ദാറ്റ്സ് ഓവർ. പറഞ്ഞോളൂ. ഇത് ഉത്തരയില്ല. എന്നാലും പറഞ്ഞു ഇതിനുത്തരയില്ല. അതെ ഉറപ്പായിട്ടും ഉത്തരം ആ കസേരയാണ്. ആ കസേരക്ക് അറിയാം ഏതെല്ലാം ചോദ്യങ്ങൾക്ക് ഉത്തരം എങ്ങനെ വേണം പറയാമെന്ന്. ഈ കസേരക്കും അറിയാം, എനിക്കും നാൾക്കും അറിയാം. അത് നിങ്ങൾക്ക് അറിയാം. ഞാൻ തീരുമാനിക്കും. ആയിക്കോട്ടെ. എല്ലാ ജനാധിപത്യ ബോധമുള്ള ആളുകളുണ്ടല്ലോ ഇവിടെ. ഹാറ്റ്സ് ഓഫ് ടു യു. എല്ലായിടത്തും ആയോ? ഇപ്പോൾ എല്ലായിടത്തും ആയോ? കുറ്റാണോ? ഏത് പാർട്ടിക്കും അവകാശമുണ്ട് സ്വന്തം പാർട്ടി സിമ്പലിലും അല്ലാതെ മത്സരിക്കാൻ. സ്വതന്ത്രന്മാർ പുതിയ കാര്യമല്ല. സ്വതന്ത്രനായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി, സ്വതന്ത്രനായിരുന്നു AR മേനോൻ. സ്വതന്ത്രം മത്സരിക്കുന്നത് പറ്റുമൊന്നുമല്ല. തീരുമാനിക്കാനായിട്ടില്ല. പറയാം. ആ ടെൻത്ത് നോക്കട്ടെ. അത് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുള്ളൂ. ഇപ്പോഴും ഞാനത് പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാനം മുഴുവനും LDF അനുകൂലമായ കാറ്റ് വീശുകയാണ്. LDF സംസ്ഥാനത്തിന് മുഴുവനും. അതിന്റെ അർത്ഥം എല്ലായിടത്തും നിന്നല്ല, സംസ്ഥാനത്ത് പൊതുട്ടെൻ്റെതാണ്. എന്തൊക്കെയുണ്ട് പാലക്കാടിനെ പറ്റി? എന്തോ അടുത്ത ദിവസം ആരംഭിക്കും. ഇവിടെ ജനറൽ സെക്രട്ടറി രാജാ വരും. സെക്രട്ടറി മെമ്പർമാരായിട്ടുള്ള സഖാവ് ആനി രാജ വരും. അമജിത് കൗർ വരും. അതൊക്കെ അവരൊക്കെ ഇറങ്ങും. അവരെല്ലാം ഇറങ്ങും. തീർന്നില്ലേ? അത്തരം എല്ലാ അവകാശങ്ങളും ബന്ധപ്പെട്ട പാർട്ടിക്ക് വിട്ടുകൊടുക്കുക. അത് തീരുമാനിക്കാനുള്ള അവകാശം ആ പാർട്ടിക്കാണ്. ആ പാർട്ടി തീരുമാനിക്കട്ടെ. ആ മന്ത്രിയും ആ പാർട്ടിയും തീരുമാനിച്ചു കഴിഞ്ഞു. അതാണ് എനിക്ക് തീരുമാനം. ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ. ഇല്ലല്ലോ. ഈ വ്യൂ ഒന്നും കോൺഗ്രസിനും BJPക്കും ഉണ്ടാവുകയില്ല. അങ്ങനെ ആയതുകൊണ്ട്, അത് കോൺഗ്രസ് ആയതുകൊണ്ട് BJP ആയതുകൊണ്ട് എന്നല്ല
ഞങ്ങളുടെ സ്റ്റാൻഡ് ഇതാണ്. ഞങ്ങളുടെ സ്റ്റാൻഡ് ഇതാണ്. ഞങ്ങൾ പൂർണ്ണമായിട്ടും LDF രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണ്. പൂർണ്ണമായിട്ടും. നിങ്ങൾക്കാർക്കും വ്യാമോഹം വേണ്ട. LDF രാഷ്ട്രീയത്തിന്റെ താല്പര്യമല്ലാത്ത ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഒന്നും. ഓക്കെ, നിങ്ങൾ കുറച്ച് സ്ഥിരത പഠിക്കൊള്ളുക. അങ്ങനെ എല്ലാം നന്നാക്കി ചെയ്ത കോൺഗ്രസിന് വേണ്ടി നിങ്ങൾക്കെല്ലാം ഇപ്പം ചെയ്യുന്ന പോലെ തന്നെയോ ഇപ്പം കൂട്ടിയോ സ്ഥിതിഗതം പാടാം. പക്ഷെ ജനങ്ങളപ്പുറത്തുണ്ട്. അവസാനമൊക്കെ അവർ പറയും, ജനങ്ങൾ പറയും. ഇല്ല, എനിക്കറിയാൻ പാടില്ല. എന്നാ പിന്നെ പോട്ടെ, ചെത്ത് മതിയാക്കി. കേട്ടൊന്നും കേട്ടില്ലല്ലേ? കേട്ടിട്ടേ ഇല്ല. ശരി, ആണോ? ഓക്കെ, ശരി. ആ ഇളവ് ചെയ്തു. ബാക്കി എടുത്താൽ മതി. എനിക്കറിയില്ല. LDF ഭരിക്കും. ഇവിടെ LDF ഭരിക്കും. കോൺഗ്രസ് BJP ഡീലുണ്ടായില്ലെങ്കിൽ, അത് വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ BJPക്ക് സീറ്റ് ഉണ്ടാകില്ല. എവിടെയും കോൺഗ്രസിന്റെ വോട്ട് BJPക്ക് പലപ്പോഴും ചെയ്തതുപോലെ മറിച്ചു കൊടുക്കാത്ത പക്ഷം കേരളത്തിൽ BJPക്ക് സീറ്റ് ഉണ്ടാകില്ല. ഇത് BJPയുടെ ഏക സീറ്റിന്റെ അക്കൗണ്ട് പൊട്ടിച്ച മുന്നണിയാണ് LDF. അതാണ് LDF രാഷ്ട്രീയം. തീർച്ചയായിട്ടും LDFന്റെ എല്ലാ വോട്ടും LDFന്റെ അനുസരിച്ചു. ഞങ്ങളല്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.